Hi dears, welcome back to my channel. നല്ലൊരു ഹോം മെയ്ഡ് ഗരം മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോണത്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് നമ്മളിത് വീട്ടിൽ പൊടിക്കുമ്പോൾ തന്നെയാണ് അല്ലേ. നമ്മൾ ഗരം മസാലയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാവരും ചേർക്കുന്നതും സെയിം തന്നെയായിരിക്കും. പക്ഷേ എന്നാലും എല്ലാവരുടെ ഗരം മസാലയ്ക്കും ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. കാരണം അതിൻ്റെ മെഷർമെൻറ്റിലുള്ളൊരു വ്യത്യാസം കൊണ്ടാണ് ടേസ്റ്റ് മാറിപ്പോണത്. ഞാൻ ഒരുപാട് ബ്രാൻഡിൻ്റെ ഗരം മസാല വാങ്ങി നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരുപാട് റെസിപ്പി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു റെസിപ്പി കിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ ഗരം മസാലയ്ക്കും വേണ്ടി അതിന് വേണ്ടി ഞാൻ തപ്പി നോക്കിയിട്ടേ ഇല്ല എന്ന് പറയാം. ഇത് തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ പറയുന്ന അതേ മെഷർമെൻറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ നല്ല ടേസ്റ്റുള്ള ഗരം മസാല ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ മസാലൻ്റെ ഐറ്റംസൊക്കെ ഈ ഒരു പാത്രത്തിലേക്കാണ് മെഷർ ചെയ്തിട്ട് ഇടുന്നതും അതുപോലെ തന്നെ ഇതിലിട്ടിട്ട് തന്നെയാണ് നമ്മൾ ചൂടാക്കുന്നതും. ഈ ഒരു ആവശ്യത്തിന് നമ്മൾ പുതിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്നും യൂസ് ചെയ്യരുത്. നമ്മുടെ വീട്ടിലുള്ള പഴയ പാത്രങ്ങൾ അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ മണ്ണിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രം വേണം യൂസ് ചെയ്യാൻ. അതേപോലെ തന്നെ മെഷർമെൻറ്റ് നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള ഒരു സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലാ ഐറ്റംസും ഞാൻ ഈ സ്പൂണിലാണ് അളന്നെടുത്തിട്ടാണ് ഇടുക ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ അളവുകൾ കിട്ടും, ഒരിക്കലും തെറ്റില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ട എടുക്കുമ്പോൾ കറക്റ്റായിട്ട് മെഷർ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറുവപ്പട്ടൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും മസാലയ്ക്ക് വരിക. പക്ഷേ ഇതാണെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാനും കുറച്ച് പണിയാണ് അല്ലേ. കാരണം ഇത് പലതും നീളത്തിൻ്റെ പോലെയുള്ള വീതി പലതും പല വ്യത്യാസത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറുവപ്പട്ട എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക. ഒന്നിങ്ങനെ കുത്തി പൊടിച്ചാൽ മതി. അതിന് ശേഷം നമുക്കിത് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്കിതൊരു 3 ടീസ്പൂൺ മീൻസ് ഈ ഒരു സ്പൂണിൽ 3 സ്പൂണ് നിറയെ എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ 3 സ്പൂൺ ഇതിലേക്ക് വേണ്ടത്. ഈ ഒരു സ്പൂണിൽ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ജാതിപത്രിയാണ് വേണ്ടത്. ഇതും ഇതുപോലെ തന്നെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ആ സ്പൂണിൽ ഒരു 1/4 പാർട്ട് ചേർക്കാം. അടുത്തതായിട്ട് ഗ്രാമ്പു ആണ്. ഗ്രാമ്പു അതേപോലെ തന്നെ ആ സ്പൂണിൽ ഒരു 1/4 പാർട്ട് തന്നെയാണ് ഗ്രാമ്പും ചേർക്കുന്നത്. അടുത്തതായിട്ട് ഏലക്കയാണ് എടുക്കുന്നത്. ഏലക്ക ഈ സ്പൂണിൽ ഒരു 1/2 സ്പൂൺ ഏലക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം നമ്മൾ ഈ സ്പൂണിൽ 2 സ്പൂണാണ് പെരിഞ്ജീരകം ചേർക്കേണ്ടത്. ഇനി വേണ്ടത് ചെറിയ ജീരകമാണ്. ഇതൊരു 1/2 സ്പൂണാണ് കേട്ടോ ചെറിയ ജീരകം ചേർക്കുന്നത്. 1/2 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് സാജീരകമാണ്. സാജീരകം ഈ സ്പൂണിൽ 1 സ്പൂണാണ് ചേർക്കുന്നത്. കുരുമുളക്, പിന്നെ ഒരു ജാതിക്കയാണ്. ജാതിക്ക ഒന്ന് കുത്തി കൊടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം പൊടിക്കൊന്നും വേണ്ട, നമുക്ക് ഇനി ഒരുമിച്ച് പൊടിക്കാനുള്ളതല്ലേ. ഇനി വേണ്ടത് തക്കോലാണ് കേട്ടോ. തക്കോല എന്ന് പറഞ്ഞാൽ സ്റ്റാർ അനൈസ് നമുക്കറിയാം, ഒരു ഫ്ലവർ പോലെയാണ് ഇതുള്ളത്, സ്റ്റാറിനെ പോലെ അല്ലേ. അപ്പോൾ ഇതിന് ഒരു 6 ഇതളുണ്ടാവും. ഒരു ഫുൾ സ്റ്റാർ അനൈസുമ്പോൾ 6 എണ്ണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ 2 സ്റ്റാർ അനൈസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പൊടിഞ്ഞതായതുകൊണ്ട് ഞാനിതൊരു 6 പീസ് ഇങ്ങനെ എണ്ണി എടുക്കുകയാണ്. അങ്ങനെ ഒരു 12 പീസ്, അതായത് 2 ഫുൾ സ്റ്റാർ അനൈസ്. അടുത്തത് ബ്ലാക്ക് കാർഡമം, അതായത് കറുത്ത ഏലക്ക. ഇത് 2 എണ്ണമാണ് വേണ്ടത്. ഇനി ലാസ്റ്റായിട്ട് ബേ ലീവ്സ് ചേർക്കാം. ബേ ലീവ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കറുവപ്പട്ടൻ്റെ ഇലയാണ്, മറ്റേത് സർവ്വസുഗന്ധിൻ്റെ ഇലയാണ് കേട്ടോ. രണ്ടും ബേ ലീവ്സ് എന്ന് പറഞ്ഞ് കിട്ടലുണ്ട്. ഇത് സർവ്വസുഗന്ധിൻ്റെ ഇലയാണ്, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു 8 ഇലയാണ് കേട്ടോ വേണ്ടത്. 8 ഇല എടുത്തിട്ട് പീസാക്കിയിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ചൂടാക്കാം. ഇതുവരെ നമ്മൾ സ്റ്റൗവിലൊന്നും വെക്കാതെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ആ പാത്രത്തോട് കൂടിയിട്ടൊന്ന് ചൂടാക്കുകയാണ് വേണ്ടത്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചൂടാക്കുന്നത്, ഓരോന്നോരോന്നായിട്ടൊന്നല്ല, ഒരുമിച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. നല്ലോണം വറുത്തെടുക്കൊന്നും വേണ്ട. നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ നല്ല ചൂട് വേണം. കൈ കൊണ്ട് ഇങ്ങനെ അങ്ങനെ പിടിച്ച് നോക്കിയാൽ മതി. കൈ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് നോക്കുക, എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിടിച്ച് നോക്കുമ്പോൾ നല്ല ചൂട് ആണ്, നല്ല ചൂടായി നമുക്ക് ഇനി പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിൽ വരുമ്പോൾ നിർത്താം. അത്ര വരെ ആക്കിയാൽ മതി. അതാണ് അതിൻ്റെ ഒരു പാകം. ഇപ്പോൾ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിടാം. എന്നിട്ട് ചൂടൊന്ന് പോയതിന് ശേഷം, വലിയ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മൾ ഗരം മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാം. ഒരു കുപ്പിയിൽ, ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ അളവിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ തന്നെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും. ഒരുപാട് ഉണ്ടാക്കി വെക്കാത്ത നല്ല കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ പോവും. ഇത് നമുക്ക് ചിക്കനിലാണെങ്കിലും ബീഫ്, മട്ടൻ അങ്ങനെ എല്ലാത്തിലും നമുക്കിത് ഉപയോഗിക്കാം. വെജിറ്റബിൾസിലും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബിരിയാണിക്കും എല്ലാത്തിനും ഈ ഒരു സെയിം മസാല തന്നെ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ചേർക്കലുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും തരണം കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല വീഡിയോ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം.